കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ VS രഞ്ജിത്തിനോടൊപ്പം ഈ മരിച്ച ഒരു രോഗിയുടെ ബന്ധു കൂടി ചേരുന്നുണ്ട്. VS രഞ്ജിത്ത് കോഴിക്കോട് നിന്ന് ചേരും നസീറയുടെ ബന്ധുക്കളോടൊപ്പം. VS രഞ്ജിത്ത്, എന്താണ് നമ്മുടെ നസീറയുടെ ബന്ധുക്കൾ പറയുന്നത്? എന്തായിട്ടായിരുന്നു? പോയ്സൺ അടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇതിലായിരുന്നു. ഇവിടെ ഇന്നലെ ഈ സംഭവം ഉണ്ടാവുമ്പോൾ വെന്റിലേറ്ററിലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് എപ്പോഴാണ് മാറ്റിയത്? പുക വരുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ഞങ്ങളവിടെ ഉണ്ടാകുന്ന ടൈമിലായിരുന്നു ഒരു പുക ഇതൊക്കെ വന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യം അവിടെയുള്ള ആൾക്കാരെയൊക്കെ പുറത്തിറക്കി. പിന്നെ രണ്ടാമത് ഞങ്ങൾ വന്നിട്ട് ICUയിൽ ഉള്ള പേഷ്യൻറ്റിനൊക്കെ പുറത്തോട്ട് ഇറക്കി. അപ്പോൾ അവിടെ എമർജൻസി ഡോർ ഇതൊന്നും ഇല്ലായിരുന്നു. ആകെ എമർജൻസി ഡോർ ഉള്ളത് ഒന്ന് ലോക്കഡ്, ഒന്ന് ചെയിനിട്ട് പൊട്ടിച്ച് അതിൽ കൂടെ ആൾക്കാരെ ഇറക്കിയത്. അപ്പോൾ വീൽ ചെയർ എന്നിട്ട് വരുന്ന ആൾക്കാരെ പുറത്തോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. വീൽ ചെയർ കൊണ്ടൊന്ന് വരുന്നവരെ അങ്ങോട്ട് അതിൽ ഇറക്കാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ ഡോർ ചവിട്ടി പൊളിച്ച് അതിൽ കൂടിയാണ് പുറത്തോട്ട് ഇറക്കിയത് എല്ലാവരും കൂടി വേണ്ടി. നസീറ ആ സമയത്ത് വെന്റിലേറ്ററിൽ ഊരിയ പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിച്ചോ? വെന്റിലേറ്റർ വേറെ രക്ഷയില്ല. അവിടെ പുക ഇതൊക്കെ അടിച്ച് കയറി വരികയായിരുന്നു. മൊത്തത്തിൽ ഭീകരാന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഇതേ രക്ഷയുള്ളായിരുന്നു, പെട്ടെന്ന് പുറത്തോട്ട് ഇറക്കാനേ പറ്റുള്ളായിരുന്നു. അതിൽ അങ്ങനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സമയത്താണ് ഈ മരണം സംഭവിക്കുന്നത്. അതെ, മാറ്റുന്ന സമയത്താണ്, ഇവിടേക്ക് വന്ന സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. എത്ര സമയം എടുത്തു അങ്ങനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ? ഇവിടുന്ന് പുറത്തോട്ട് ഇറക്കുന്ന കുറച്ച് ടൈം എടുത്തു, ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-15 മിനിറ്റോളം പുറത്ത് നിന്നു. അതിലാണ് മരണം സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു, മേലെ ICUയിലേക്ക് വന്നിട്ട് ഒരു അരമണിക്കൂറോളം കുഴപ്പമില്ലായിരുന്നു, പൾസ് ഇതായി വരുന്നുണ്ടായിരുന്നു പറഞ്ഞു ഡോക്ടർ. പിന്നെ പെട്ടെന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇതിൽ നിന്ന് മാറ്റിയത് കൊണ്ട് പിന്നെ രണ്ടാമത് റിക്കവറി ആയി വരാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം എടുക്കുന്ന പ്രതീക്ഷയ്ക്ക് വക വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നു? പുരോഗതി ഉണ്ടായിരുന്നു. അത് മരുന്നൊക്കെ FT ചെയ്യാൻ തുടങ്ങി പറഞ്ഞിരുന്നു. മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് മരുന്നൊക്കെ ഡോക്ടർ പറഞ്ഞ മരുന്നുകളൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. പിന്നെ കഞ്ഞി ജ്യൂസാക്കി കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആരോഗ്യനിലയിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയോണ്ടാണ് ഇത്തരത്തിൽ മരണം. ആരോഗ്യത്തിൽ നിന്ന് നല്ല മാറ്റം, ഞങ്ങളെല്ലാവരും ഒരു പ്രതീക്ഷ വെച്ച് വരികയായിരുന്നു. നിങ്ങൾക്ക് പരാതി ഉണ്ട് സ്വാഭാവികം? പരാതിയുണ്ട്. മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനു മുന്നിൽ നിങ്ങളെ പരാതി വെക്കുമല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഇത് റെഡിയായി വരുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഈ ടി സിദ്ദിഖ് MLA ആരോപണം ഉന്നയിച്ച നസീറുടെ കുടുംബത്തിന് പരാതിയുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സമയത്ത് മാറ്റാനെടുത്ത 15 മിനിറ്റ് സമയം വളരെ ക്രിട്ടിക്കലായിരുന്നു. മാറ്റിയതും ആരോഗ്യനില വഷളാൻ വേണ്ടി കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആ നസീറയുടെ കുടുംബത്തിൻ്റെ സംശയം ഓട്ടോപ്സിയിലൂടെ പരിഹരിക്കട്ടെ. ആ സമയത്താണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് ആ രോഗിയുടെ നില, നസീറയുടെ നില കുറച്ച് മെച്ചപ്പെട്ടു വന്നതാണ്. പക്ഷേ വെന്റിലേറ്റർ മാറ്റിയപ്പോൾ കുറച്ചുകൂടി സ്ഥിതി മോശമായി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അത് നമുക്ക് തെളിയിക്കാൻ കഴിയുക പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ്. ഞാൻ നേരത്തെ ഓട്ടോപ്സിയെ കുറിച്ച് പറഞ്ഞു. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പോസ്റ്റ്മോർട്ടം എന്നുള്ളതാണ്. മെഡിക്കൽ ടേംസിൽ അതിനെ നമ്മൾ പറയുന്നത് ഓട്ടോപ്സി എന്നാണ് പറയുക. അത് മൃതശരീരം പിന്നീട് മരണത്തിന് ശേഷം അത് ഇങ്ങനെ പരിശോധിക്കുന്നതിനെയാണ്, അത് എന്താണ് മരണകാരണം എന്നറിയാൻ വേണ്ടി നടത്തുന്ന പരിശോധനയാണത്.